പ്രതിനിധി സമ്മേളനം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ വിശദമായ ചർച്ചകൾ മലപ്പുറം ജില്ലയിലെ പ്രത്യേക സാഹചര്യങ്ങൾ, അവിടെയുള്ള സംഘടനയുടെ പ്രവർത്തനം, ഇതെല്ലാം സമഗ്രമായി അവലോകനം ചെയ്യുന്ന ഒരു പ്രവർത്തന റിപ്പോർട്ട് തന്നെയാണ്. 362 പേജുള്ള പ്രവർത്തന റിപ്പോർട്ടാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറി ഈ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ചത്. അതിൽ വിശദമായ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പാർട്ടിക്കുണ്ടായ പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങൾ, വലിയ മുന്നേറ്റം, ഏരിയ കമ്മിറ്റികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായി, ലോക്കൽ കമ്മിറ്റികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്, അംഗങ്ങളുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച വോട്ട് ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധന അല്ലെങ്കിൽ അത് സംബന്ധിച്ച റിപ്പോർട്ടാണ് മുന്നിൽ വെച്ചിരുന്നത്. പുതിയ തലമുറയെ, യുവാക്കളെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് കഴിഞ്ഞ സമ്മേളനത്തിലെ തീരുമാനമായിരുന്നു. അത് 25% സ്ത്രീകൾ ഉണ്ടാവണമെന്ന്, അംഗങ്ങൾ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ 16% തുടരുകയാണ്. അതുപോലെ തന്നെ വലിയ പ്രതിലോമ രാഷ്ട്രീയം നിലനിൽക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് കേഡർമാർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു. അതിലും വലിയ അപര്യാപ്തത കഴിഞ്ഞ ഈ സമ്മേളന കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തിരുത്തി മുന്നോട്ട് പോകണം, അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സമ്മേളനത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്, ഉയരുന്നുണ്ട്. ഇന്നും പൊതുചർച്ച തന്നെയാണ് തുടരുന്നത്. ഉച്ച കഴിഞ്ഞ മറുപടികളിലേക്കൊക്കെ കടക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കൂടി ഇന്ന് സമ്മേളനത്തിലെത്തുന്നുണ്ട്. ഉച്ചവരെ അദ്ദേഹം ചർച്ചകളിൽ ഭാഗമാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നാളെയാണ് സമാപനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളനത്തിലുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കണം. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ടാവും. ഉച്ചയോടെ താനൂർ നഗരത്തിൽ ഹാർബറിനോട് ചേർന്ന് ചീരാൻ കടപ്പുറത്താണ് സമാപനം ഒരുക്കിയിരിക്കുന്നത്. വലിയ റെഡ് വോളണ്ടിയർ മാർച്ച് ഉണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന. ശരി, സ്വാലിയാണ് വിവരങ്ങൾ നൽകിയത്.